ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ രാത്രി പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ? ശാന്തിഗിരി ഫെസ്റ്റ് കാണാനാണ്. പോത്തൻകോടുള്ള ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അവിടെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. 2 ഒക്ടോബർ തൊട്ടിട്ട് നവംബർ 10 വരെയാണ് ഫെസ്റ്റ് ഉള്ളത്. ഞങ്ങൾ ചെന്നത് നവംബർ 17 എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് കേട്ടപ്പം പിന്നെ പോവാമെന്ന് വിചാരിച്ചു മക്കളെയൊക്കെ കൂട്ടിയിട്ട്. വൈകിട്ടായി എത്തിയപ്പം. അപ്പോൾ അവരൊക്കെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് സ്ഥലം നോക്കിയിട്ട് പോകണം. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഡേറ്റ് കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടൊന്നും തിരക്കൊന്നും കുറവൊന്നുമില്ല. ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. വലിയവർക്ക് 100 രൂപയാണ്, അഡൽട്ട്സിന് 100 രൂപ. കിഡ്സിന് ഫ്രീ ആണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ്. അപ്പോൾ ആ കിഡ്സിൻ്റെ ടിക്കറ്റ് വേണം, അവിടെ സൈഡിലായിട്ട് എടുക്കണം. പിന്നെ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. അവിടെ സിജുമോനേട്ടൻ കിട്ടിയ ടിക്കറ്റൊക്കെ കീറിയിടായിരുന്നു. രാവിലെ 10 മണി തൊട്ടിട്ട് രാത്രി 10 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്, ശനിയും ഞായറും. ബാക്കി ദിവസങ്ങളിലൊക്കെ 3 മണി തൊട്ടിട്ടാണെന്ന് തോന്നുന്നു. പകല് പോകുന്നതിനേക്കാളും രാത്രി പോകുമ്പോഴാണ് ഈ ലൈറ്റുകളുടെ ഭംഗിയൊക്കെ നമുക്ക് ഇത്രയും ആസ്വദിക്കാൻ പറ്റുക. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ മരത്തിൻ്റെ മുകളിലും ലൈറ്റുകളാണ്, പല കളറിലൊക്കെ ഉള്ളത്. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പെറ്റ് ഷോയിലേക്ക് കിടക്കുകയാണ്. പെറ്റ് ഷോയിൽ നമ്മൾ കയറുമ്പോൾ തന്നെ കുറേ അക്വേറിയാണ്. പല ടൈപ്പ്, പല ഭംഗിയിൽ, പല വലുപ്പത്തിലുള്ള മീനുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ആടും പിന്നെ കോഴി, അങ്ങനത്തെ കുറച്ച് മൃഗങ്ങൾ സൈഡിൽ ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. മുയലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ലൈനായിട്ട് കുറേ കിളികൾ, ലവ് ബേർഡ്സ്, മീന്, ഇതന്നെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു പെറ്റ്സിൻ്റെ. നല്ല രസമുള്ള കുറേ ലവ് ബേർഡ്സ്, പല കളറിലുള്ള, നമ്മൾ കണ്ടിട്ടും കൂടെ ഇല്ലാത്ത കളറുകളൊക്കെയാണ്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഹാംസ്റ്ററും പിന്നെ അതേപോലെ ഹെഡ്ജ് ഹോഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞു മുള്ളൻ പന്നി. എന്ത് ക്യൂട്ടാണെന്നറിയാതെ കിടക്കുന്ന കാണാൻ നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്, ഒരു കുഴപ്പമില്ലാതെ. അതിനെയൊക്കെ കണ്ട് പിന്നെ കുറേ ലവ് ബേർഡ്സ്, അതേപോലെ എത്ര കിളികളറിയാം. നല്ല കളറൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നും. അപ്പോഴാണ് ആരുഷിക്ക് എത്തുന്നിടത്ത് ഒരു കുഞ്ഞൻ മുയൽക്കൂട്ടം കിടക്കുന്നത്. വേഗം പോയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ പോയി തൊട്ടിട്ട് നോക്കിയിട്ടോ. നമുക്ക് നല്ല ഇഷ്ടമായി അതിനെ കണ്ടപ്പോൾ. നമ്മൾ 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താലും നഷ്ടമൊന്നും വരാനില്ല, അത്രയ്ക്കും കാണാനുണ്ടായിരുന്നു അവിടെ. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് അവിടെ ഒരു ഷുഗർ ഗ്ലൈഡർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടത്. പറക്കുന്ന അണ്ണാനാണ്. പക്ഷെ അതിന് മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ, ചുരുണ്ട് കിടക്കായിരുന്നു. അത് കഴിഞ്ഞ് കണ്ട ഒരു കിളിയാണ് ഇത്. ഈ അടിപൊളി കളറായിരുന്നു. അതിനെ കണ്ടപ്പോൾ നല്ലൊരു റെഡ് കളറ്. പിന്നെ കുറച്ച് പാമ്പുകൾ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഇഗ്വാനയുടെ വലിയ സൈസ് കണ്ടത്. നല്ല വലുപ്പമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പല ടൈപ്പ് കോഴികളും പിന്നെ അതേപോലെ വെള്ളയും കറുപ്പും വാലുള്ളതും വാലില്ലാത്തതും അങ്ങനെ പല വിധം കാണാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് 2-3 പൂച്ചകൾ ഉണ്ടായിരുന്നത്. നിറയെ രോമമുള്ള പല കുട്ടപ്പനായിട്ടുള്ള പൂച്ചകൾ, പല ഡിസൈനിലൊക്കെ ഉള്ള. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പാമ്പിനെ പിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിന് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. പാമ്പിനെയും കിളീനെയൊക്കെ നമ്മളെ മേലെ പിടിച്ചിട്ട്. ഇതിനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ട, അങ്ങേര് പിടിച്ചത് കണ്ടപ്പോൾ തന്നെ മതിയായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ സ്റ്റാളുകൾ കയറിയപ്പോൾ പിന്നെ എല്ലാവരും സ്വഭാവം മാറി. അനുവൊക്കെ സിജുമോനേട്ടൻ്റെ കൈയും കാലൊക്കെ പിടിക്കാൻ തുടങ്ങി. കുറേ ഫാൻസി ഐറ്റം. ലൈനിലൊന്നല്ല പോകുന്നത്, കയറിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ചാടി മറിഞ്ഞ് ആരുഷി അവന്തേക്കും പോകാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടപ്പോൾ വീട്ടിലേക്ക് വേണ്ട കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫാൻസി ഐറ്റംസ് പലവിധം, പിന്നെ കുറേ വിധം വിത്തുകൾ ഉണ്ടായിരുന്നു ചെടികളുടെ. അപ്പോഴാണ് നമ്മളെ മക്കൾക്ക് പറ്റിയ മോതിരത്തിൻ്റെ ഒരു സ്ഥലം കണ്ടത്. അവർ കുറേ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വാങ്ങണം. അവിടെയൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ പോന്നു. അവരെ കുഞ്ഞി കൈയല്ലേ. പിന്നെയും കിടന്നു കുറേ സ്റ്റാളുകൾ, ഈ ഫാൻസി ഐറ്റം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പഴയകാല മിഠായികൾ എന്ന് പറഞ്ഞൊരു സ്റ്റാൾ കണ്ടു. എത്ര പണ്ടത്തെ മിഠായികളാണല്ലോ ഉള്ളത്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോയെന്നറിയാം. നമ്മൾ പുളി മിഠായി, പുളിയിഞ്ചി, ഇതേപോലെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കോയിനൊക്കെ ഇല്ലേ, ഗോൾഡ് കോയിനൊക്കെ, അതേപോലത്തെ മിഠായികൾ, അങ്ങനെ പലവിധം. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഗോസ്റ്റ് ഹൗസ് കണ്ടത്. അതിൻ്റെ ഉള്ളിലേക്ക് പോയില്ല, പാട്ട് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മതിയായി. മക്കൾക്ക് പേടിയാവുമല്ലോ പോവാൻ. അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഒന്ന് കണ്ട് അതിലേക്ക് കയറി ചെന്ന് എത്തുന്നത് നമ്മൾ കളർഫുൾ മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൈൻ്റെ അടുത്തേക്കാണ്. അവിടെ കുറച്ച് നേരം നിന്നു. അവിടെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. ഈ രാത്രിയിൽ ഈ വെള്ളച്ചാട്ടവും പിന്നെ അതേപോലെ ഈ കളർഫുൾ ആയിട്ടുള്ളത് വെള്ളമൊക്കെ പോകുന്നതും പാട്ടൊക്കെ കൂടി ആയപ്പോൾ അടിപൊളിയായിരുന്നു കാണാൻ. അവിടുന്ന് പിന്നെ ഞങ്ങൾ കടന്നത് വൈൽഡ് ഗാർഡനിലേക്കാണ്. അവിടെ നിറയെ രാമതുളസി ആയിരുന്നു. നല്ല ബുഷായിട്ട് വളർന്നു കിടക്കുന്നുണ്ടായിരുന്നു. എത്രയായിരുന്നു പറയാറുണ്ടായിരുന്നത്? അവിടുന്ന് പിന്നെ ലുട്ടാപ്പി വഴി കാണിച്ച വഴിയിലൂടെ ഞങ്ങൾ പോയി. എത്തിപ്പെട്ടത് റോബോട്ടിക് ഷോയിലേക്കാണ്.
കഴിഞ്ഞപ്പോഴാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു സ്റ്റോൾ കണ്ടത്. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കി. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മനസ്സിലായത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ന്യൂസൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ വീഡിയോ നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. നമ്മളെല്ലാവരുടെയും മെയിൻ പ്രശ്നമാണല്ലോ മടി. അവരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളവിടുന്ന് ന്യൂസൊന്നും വായിക്കാതെ എല്ലാം ഇറങ്ങി പോന്നു. പിന്നെ വന്നത് നിറയെ ഫ്ലവർ ഷോ പോലത്തെ കുറേ നല്ല രസമുള്ള പൂക്കളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരവിടെ അതിൻ്റെ മുകളിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കുറേ പേര് അവിടെ ചെടികളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഒരു പേരെഴുതുന്ന മോതിരത്തിനുള്ള ഒരു സ്ഥലത്ത് എത്തിയത്. അവിടെ എത്തിയപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് പറ്റിയ മോതിരമൊക്കെ തപ്പി പിടിച്ച് രണ്ടുപേരും കൂടെ പേരൊക്കെ എഴുതി സെറ്റാക്കി. നോക്കട്ടെ രണ്ട് അവിടെ തൊടരുത്. എല്ലാവരും നടന്ന് ഒരു വഴിയായി. അങ്ങനെ പിന്നെ ഒരു ബെഞ്ച് കണ്ട സ്ഥലത്ത് എല്ലാവരും കൂടി ഇരിക്കാൻ തുടങ്ങി. അത്രയ്ക്കും നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു, നടന്ന് കാണാനും ഉണ്ടായിരുന്നു. ഇവിടെ എല്ലായിടത്തും കൊടുത്ത ലൈറ്റൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. രാത്രിയിൽ എന്ത് രസം അറിയാം. മരങ്ങളൊക്കെ അവർ ലൈറ്റ് വെച്ചിട്ട് സെറ്റാക്കി വെച്ചത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതേപോലെ ഒരു പശുവും കുഞ്ഞും മരത്തിന്റെ താഴെ നിൽക്കുന്നത്, ആ മരത്തിന്റെ മുകളിലൊക്കെ ഈ ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു ഗുഹ കണ്ടത്. അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് പോയത്. അതൊക്കെ കഴിഞ്ഞു പോയത് കേട്ടോ, സ്റ്റോളൊക്കെ അത്രയും കഴിഞ്ഞു പോയി. പിന്നെ കണ്ടത് നമ്മൾ ശാന്തിഗിരിന്റെ വൈദ്യശാല പോലത്തെ അവിടെ ആയ ഓരോ സംഭവങ്ങളാണ്. അപ്പം അവിടേക്ക് കടന്നിട്ട് അതും എന്തൊക്കെയാന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി. കുറേ ആയുർവേദ മരുന്നുകൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് വാങ്ങുകയൊക്കെ ചെയ്യാം. പലവിധം നമ്മൾ കാണാത്തയും കേൾക്കാത്തയൊക്കെ ആയിട്ടുള്ള പലവിധം എല്ലാം നമുക്ക് അവിടെ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. രാമച്ചൊക്കെ ഉണ്ടായിരുന്നു താഴെ കുറേ. അതുപോലെ ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് അത് വാങ്ങിക്കാം. അതേപോലെ തേൻ മെഴുക് പറഞ്ഞ് കുറേ സംഭവം. പിന്നെ അവരുണ്ടാക്കുന്ന എങ്ങനെയാ മരുന്നുകൾ ചെയ്യുന്ന വിധം അതൊക്കെ അവിടെ ഒരു പ്രതിമൂലമൊക്കെ ഉണ്ടാക്കി വെച്ച്, പിന്നെ അവിടെ ചികിത്സാ രീതി, അതേപോലെ വ്യായാമങ്ങളൊക്കെ കോപ്പർ വയറിലൊക്കെ ഉണ്ടാക്കി വെച്ചതാണിത്. പിന്നെ അതേപോലെ തന്നെ രോഗങ്ങൾ ചികിത്സിക്കുന്ന രീതികളെ പറ്റിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിനൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ മർമ്മങ്ങൾ എന്തൊക്കെയാന്നൊക്കെ അവിടെ ഓരോ പ്രതിമയിലൊക്കെ മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നമ്മൾ ആയുർവേദത്തിന്റെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ഡിസ്പ്ലേയിലും സാധനങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതേപോലെ അവർക്ക് വേണമെങ്കിൽ ശാന്തിഗിരിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം അവിടെ മരുന്നുകൾ. പിന്നെ ഞങ്ങൾ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കയറി. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അത്രയേ ഉള്ളൂ. അവിടേക്ക് ഒന്ന് കറങ്ങി കണ്ട് ഉള്ളിലൊക്കെ കയറി നമ്മൾ തിരിച്ച് ഭയങ്കര ലേറ്റ് ആയിട്ട്. അപ്പം ആ താമര കണ്ടില്ല, നല്ല ഭംഗിയിൽ അവിടെ പല കളറിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റ് കാണിക്കുന്നുണ്ട്, അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഞങ്ങൾ ശാന്തിഗിരി ഫെസ്റ്റ് കാണാൻ പോയതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഈ ഫെസ്റ്റ് December 1 വരെ ഉണ്ടെന്നാണ് കേട്ടത്. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം, തിരുവനന്തപുരംകാരാണെങ്കിൽ. അപ്പം എല്ലാവർക്കും എങ്ങനെയുണ്ട് ഈ ഫെസ്റ്റ് പോയി കണ്ടതെന്ന് അഭിപ്രായം പറയണം കണ്ടവർ. അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം.